അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ പുണ്യമായ ദിനങ്ങളിൽ നാം അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ദാനധർമ്മങ്ങളാണ്. ദാനധർമ്മം ഏത് സമയത്ത് ചെയ്യലും സുന്നത്താണെങ്കിലും ദുൽഹിജ്ജ് മാസത്തിൻ്റെ ആദ്യ 10 ദിനങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പ്രത്യേകമായ സുന്നത്തും വളരെ കൂടുതൽ കൂലി ലഭിക്കുന്നതിന് കാരണവുമാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ മജ്മൂ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, യുസ്തഹബ്ബുൽ ഇക്സാറു മിനസ് സ്വദഖ ഇൻദൽ ഉമൂരിൽ മുഹിമ്മ വഇൻദൽ കുസൂഫി വസ്സഫർ വബിമക്കത്ത വൽ മദീന വലൗഖാത്തിൽ ഫാദിലത്തി കഅശ്രി ദിൽഹിജ്ജ. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രധാന സംഭവങ്ങൾ, സൂര്യഗ്രഹണം പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതല്ല എങ്കിൽ ശ്രേഷ്ഠമായ സ്ഥലങ്ങളിലാണ് നാം ഉള്ളതെങ്കിൽ, മക്ക മദീന പോലുള്ള ശ്രേഷ്ഠമായ സ്ഥലങ്ങളിലാണുള്ളതെങ്കിൽ, റമദാനോ ദുൽഹിജ്ജോ പോലുള്ള ശ്രേഷ്ഠമായ സമയങ്ങളിലാണ് നാം ഉള്ളതെങ്കിൽ, ഈ പ്രത്യേകമായ സമയങ്ങളിലും പ്രത്യേകമായ സ്ഥലങ്ങളിലും കൂടുതലായി ദാനധർമ്മങ്ങൾ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, അത് മുസ്തഹബാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്. സ്വതക്കയുടെ പ്രയോജനത്തെക്കുറിച്ച് ധാരാളം ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ദുന്യവിയും ഉഖ്റവിയുമായ ധാരാളം പ്രയോജനങ്ങൾ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദാനധർമ്മങ്ങൾ നമ്മെ സംരക്ഷിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി തങ്ങൾ പറയുന്നുണ്ട്, ബാക്കിറു ബിസ്സദഖ ഫഇന്നൽ ബലാഅ ലാ യതഖത്ത സ്വദഖ. നബി തങ്ങൾ പറഞ്ഞു, ബാക്കിറു ബിസ്സദഖ, സ്വദഖ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളത് താമസിപ്പിക്കരുത്, മറിച്ച് വേഗത്തിൽ തന്നെ നിങ്ങൾ സ്വദഖ ചെയ്യുക. കാരണം ഫഇന്നൽ ബലാഅ ലാ യതഖത്ത സ്വദഖ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അത്തരത്തിലുള്ള അപകടങ്ങൾ ആ സ്വദഖയിലൂടെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ സ്വദഖ ചെയ്താൽ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല വർധനവ് നൽകും. നബി തങ്ങൾ പറഞ്ഞു, മാന ഖസദ സ്വദഖത്തും മിൻ മാലിൻ, സ്വദഖ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരാളുടെ സമ്പത്തും കുറയുകയില്ല എന്ന് മാത്രമല്ല, നബി തങ്ങൾ അല്ലാഹു തആല പറഞ്ഞു, വയുർബി സ്വദഖാത്തി, അല്ലാഹു തആല നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളെ വളർത്തിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വദഖയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് രോഗങ്ങൾക്കുള്ള ശമനമായും രോഗങ്ങൾക്കുള്ള പ്രത്യേക ഒരു മരുന്നായിട്ടും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വദഖയെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ദാവു മർലാക്കും ബി സ്വദഖ, രോഗികളെ നിങ്ങൾ ചികിത്സിക്കുമ്പോൾ മരുന്നുകൊണ്ട് മാത്രമല്ല ചികിത്സിക്കേണ്ടത്, മറിച്ച് സ്വദഖ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ രോഗികളെ ചികിത്സിക്കണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രത്യേകമായ സാഹചര്യങ്ങൾ, പ്രത്യേകമായ ശ്രേഷ്ഠമായ സ്ഥലങ്ങൾ, സമയങ്ങൾ, പ്രത്യേകിച്ച് ദുൽഹിജ്ജിൻ്റെ ആദ്യ 10 ദിനങ്ങളിൽ നമ്മളൊക്കെ കൊണ്ടാവുന്ന രീതിയിൽ സ്വദഖകൾ ചെയ്യാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ആ നിലയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സഹായിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജിൻ്റെ 10 ദിനങ്ങളെ നാം പ്രയോജനപ്പെടുത്തണം. ഇതേപോലെ ദുൽഹിജ്ജ് മാസത്തിൽ നാം നിർവഹിക്കുന്ന അല്ലെങ്കിൽ നാം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്ത് ഉദ്ഹിയ്യത്താണ്. ഹദീസിൽ കാണാൻ സാധിക്കും, യൗമുൻ നഹർ അഥവാ ദുൽഹിജ്ജ് 10 ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ഉദ്ഹിയ്യത്ത് കർമ്മമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ അമില ആദമിയ്യും മിൻ അമലിൻ യൗമൽ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ്ദം. ദുൽഹിജ്ജ് 10 ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടിയുള്ള ബലികർമ്മമാണ്, ഉദ്ഹിയ്യത്ത് കർമ്മമാണ്. അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നഹാ ല തഅതി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ. ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിച്ച് നാം മറ്റുള്ളവർക്ക് നൽകുന്നത് അതിൻ്റെ മാംസമാണ് എങ്കിൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അറുക്കുന്ന ഉദ്ഹിയ്യത്തിൻ്റെ ഒരു ഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല. തീർച്ചയായും ഖിയാമത്ത് നാളിൽ ഇന്നഹാ ല തഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ, ഖിയാമത്ത് നാളിൽ നാം ഉപയോഗിക്കാതെ കളഞ്ഞ അതിൻ്റെ എല്ലും
അതിൻ്റെ കുളമ്പുകളും രോമങ്ങളുമായിട്ടായിരിക്കും ഖിയാമത്ത് നാളിൽ അത് വരിക. അതിനുള്ള പ്രതിഫലവും കൂടി അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിച്ച 10 വർഷക്കാലയളവിൽ ഒരു വർഷം പോലും മുടങ്ങാതെ നബി തങ്ങൾ നിർവഹിച്ച വളരെ കൂടുതൽ പ്രാധാന്യം നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം കൂടിയാണ് ഉദ്ഹിയ്യത്ത് കർമ്മം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനത്തി 10 സിനീന യുളഹി. നബി തങ്ങൾ മദീനയിൽ കഴിഞ്ഞ 10 വർഷവും ഉദ്ഹിയ്യത്ത് അറുത്തുകൊണ്ടാണ്, ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് നബി തങ്ങൾ കഴിഞ്ഞത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉദ്ഹിയ്യത്ത് കർമ്മത്തിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിക്കുല്ലി ഷഅറത്തിൻ ഹസനത്തുൻ. നാം ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൃഗത്തിൻ്റെ ഓരോ രോമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ പ്രതിഫലം വെച്ച് നൽകും. അഥവാ ആ രോമത്തിനനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും നന്മകളായിരിക്കും, പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് നൽകുന്നത്. സഹാബാക്കൾ, താബിഈങ്ങൾ ഇവരെല്ലാവരും ഉദ്ഹിയ്യത്തിന് വേണ്ടി, ആ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാവുകയും അതിനുവേണ്ടി മൃഗങ്ങളെ പ്രത്യേകം തയ്യാറാക്കുകയും, ഉള്ള മൃഗങ്ങളാണ് എങ്കിൽ അതിന് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് ഉദ്ഹിയ്യത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. കുന്നാ നുസമ്മിനൽ ഉദ്ഹിയ്യത ബിൽ മദീനത്തി വക്കാനൽ മുസ്ലിമൂന യുസമ്മിനൂൻ. പ്രത്യേക ഭക്ഷണങ്ങൾ കൊടുത്ത് ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തെ ഉദ്ഹിയ്യത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കുന്ന, അതിനുവേണ്ടി പ്രത്യേകം മാനസികമായി തയ്യാറാകുന്ന ഒരവസ്ഥയായിരുന്നു സഹാബാക്കൾക്കും താബീങ്ങൾക്കും ഉണ്ടായത്. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്ന ഓരോരുത്തരും ആ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിലൂടെ അല്ലാഹുവുമായിട്ട് അടുക്കാനും ഉയർന്ന പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതുപോലെ ദുൽഹിജ്ജ് മാസത്തിൻ്റെ 10 ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇബാദത്ത് കൂടുതലായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, നബി തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദുആ ഫി അശ്രി ദിൽ ഹിജ്ജ വയഅ്മുറു ഫീഹി ബിൽ ഇക്സാരി മിന തക്ബീരി വത്തഹ്ലീലി വത്തഹ്മീദ്. ദുൽഹിജ്ജിൻ്റെ 10 ദിവസങ്ങളിൽ ദുആക്ക് നബി തങ്ങൾ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കൂടുതലായി തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുകൂടാതെ ആ ദിവസങ്ങളിൽ കൂടുതലായി തക്ബീർ ചൊല്ലാൻ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ കൂടുതലായി വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് കൽപ്പിക്കുമായിരുന്നു എന്ന് സാദുൽ മആദ് എന്ന് പറയുന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനിയും ദുന്യവിയുമായ മുഴുവൻ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ സമയങ്ങൾ നാം ദുആക്ക് വേണ്ടി ഉപയോഗിക്കുക. ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഏതെല്ലാം സമയങ്ങളുണ്ടോ ആ സമയങ്ങളെല്ലാം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, എല്ലാവിധ ഖൈറുകൾക്കും വേണ്ടി നാം ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയത്തെ നാം മാറ്റിവെക്കണം. ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ വളരെ കൂടുതൽ സ്വീകാര്യതയുള്ള ദുആയാണ്. ഇപ്രകാരം തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ സമയത്ത് അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത് നാം ചെയ്യുന്ന ദുആ അത് വളരെ കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ദുആയാണ്. അതുകൊണ്ട് ആ ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രത്യേകമായ സമയങ്ങളിൽ ദുആക്ക് വേണ്ടി നാം സമയം കണ്ടെത്തുകയും നാം ആ ദുആയിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് ദുന്യവിയും ഉഖ്റവിയുമായ നന്മകൾ കരസ്ഥമാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. ഈ 10 ദിവസങ്ങളിൽ തന്നെ ദുആ ചെയ്യാൻ, അല്ലെങ്കിൽ ദുആയ്ക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സ്വീകാര്യതയുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വിധങ്ങൾ പറഞ്ഞു, ഖൈറുദ്ദുആഇ യൗമി അറഫ. മറ്റൊരു റിവായത്തിൽ അഫ്ളലുദ്ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഖൈറായ ദുആ അറഫാ ദിവസത്തിൽ ചെയ്യുന്ന ദുആയാണ്. അറഫാ ദിവസത്തിൽ ഹാജിമാർ ചെയ്യുന്ന ദുആകൾ മാത്രമല്ല, നാട്ടിൽ നിൽക്കുന്ന നാം ചെയ്യുന്ന ആ ദുആയും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ കൂടുതൽ സ്വീകാര്യതയുള്ള ദുആയാണ്. അതുകൊണ്ട് ആ സമയങ്ങൾ വിലപ്പെട്ട സമയങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുആക്ക് വേണ്ടി നാം സമയം കണ്ടെത്തുകയും കൂടുതലായിട്ട് ദുആയിൽ നാം വ്യാപൃതരാകുകയും ചെയ്യണം.
ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ പറയുന്നുണ്ട്, ബലഗനി അന്ന ദുആ യുസ്തജാബു ഫി ഖംസ് ലയാലിൻ, 5 രാത്രികളിൽ ദുആക്കൾക്ക് പ്രത്യേക സ്വീകാര്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫി ലൈലത്തിൽ ജുമുഅ വ ലൈലത്തിൽ അദ്ഹ വ ലൈലത്തിൽ ഫിത്ർ വ അവ്വൽ ലൈലത്തിൻ മിൻ റജബ് വ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ആ 5 രാത്രികൾ ഒന്നെല്ലാ വെള്ളിയാഴ്ച രാവുകളുമാണ്. അതേപോലെ യൗമുൽ അദ്ഹ യൗമുൽ ഫിത്ർ, വെലിപ്പെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും രാവ് അല്ലാഹു തആല ദുആക്ക് കൂടുതൽ സ്വീകാര്യത നൽകുന്ന സമയമാണ്. റജബിൻ്റെ ആദ്യത്തെ രാത്രിയിലും അതേപോലെ ഷാബാൻ 15-ൻ്റെ രാവിലും അല്ലാഹു തആല കൂടുതലായി ദുആക്ക് ഇജാബത്ത് നൽകും എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രാത്രികൾ നാം ദുആയിൽ കഴിയുക, ദുആയിന് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നാം മാറ്റിവെക്കുക. ഇതുപോലെ നാം ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പാപങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇതുവരെ നാം പറഞ്ഞത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ, ചെയ്യേണ്ട നന്മകളെക്കുറിച്ചാണ് എങ്കിൽ, വളരെ പ്രധാനപ്പെട്ട നാം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാപങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് നാം ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ളതാണ്. പാപത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി നാം മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും, ഹൃദയത്തെയും കണ്ണിനെയും ചെവിയെയും നാവിനെയും, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും പാപങ്ങളിൽ നിന്നും അത് സുരക്ഷിതമാണെന്ന് നാം ഉറപ്പുവരുത്തണം. കാരണം ദുൽഹജ്ജിൻ്റെ 10 ദിനങ്ങളിൽ നാം ചെയ്യുന്ന ചെറിയ ചെറിയ ഇബാദത്തുകൾക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകും, അതല്ല എങ്കിൽ 10 മടങ്ങ് പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആ ദിവസങ്ങളിൽ ചെയ്യുന്ന പാപകരമായ കാര്യങ്ങൾക്കും ഇതേ രീതിയിലായിരിക്കും അല്ലാഹു തആല നമുക്ക് ശിക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ അല്ലാഹു തആല പാപത്തെ കണക്കാക്കുന്നത്. നാം ചെയ്യുന്ന പാപങ്ങൾ നാം ചെയ്യുന്ന സമയത്തെയും സ്ഥലത്തെയും പരിഗണിച്ചുകൊണ്ട് അതിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഹറമിൻ്റെ വെളിയിൽ ഒരു പാപം പ്രവർത്തിക്കുന്നത് പോലെയല്ല ഹറമിൻ്റെ ഉള്ളിൽ നാം പാപം പ്രവർത്തിക്കുന്നത്. ഹറമിൻ്റെ വെളിയിൽ ചെയ്യുന്ന പാപത്തേക്കാൾ അതികഠിനമായ ഗുരുതരമായ തെറ്റാണ് ഹറമിൻ്റെ ഉള്ളിൽ പാപം പ്രവർത്തിക്കുക എന്നത്. ഇതേപോലെ റമദാൻ മാസത്തിലോ ദുൽഹിജ്ജിൻ്റെ 10 ദിനങ്ങളിലോ നാം പാപം ചെയ്യുന്നത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പാപത്തേക്കാൾ അതികഠിനമായ പാപമാണ് എന്ന് മുഫസ്സിരീങ്ങൾ, ഇമാമിയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും എന്ന് തുടങ്ങുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും. ഈ പവിത്രമായ അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ മഹത്വമുള്ള ഈ 4 മാസങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അക്രമം കാണിക്കരുത്. അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ബിർത്തികാബിൽ മആസി, നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പ്രവർത്തിക്കലാണ്. പാപങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവരായിത്തീരും. അതുകൊണ്ട് ആ മാസങ്ങളിൽ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല എല്ലാം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും, പാപങ്ങളിലേക്ക് എത്താനുള്ള ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി നാം ഒഴിഞ്ഞു നിൽക്കാനും ഇബാദത്തുകൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും ആ ഇബാദത്തുകളിൽ വ്യാപൃതരാകാനും നാം കൂടുതൽ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സമയങ്ങളുടെ വില ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ആ സമയം വേണ്ട രീതിയിൽ ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.